ബാംഗ്ലൂരിലെ ലാൽബാഗ് എത്ര എത്ര തവണ പോയാലും കൊതി തീരാത്ത ഒരു പൂന്തോട്ടമാണ് എനിക്ക്. എന്ന് ബാംഗ്ലൂരിൽ പോയോ ഏകദേശം 60കളിൽ തുടങ്ങിയതാണ് പോക്ക്. അതിനുശേഷം എത്ര തവണ ബാംഗ്ലൂരിൽ പോയേ അത്രയും തവണയും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും ലാൽബാഗിൽ പോകും. ഇത്തവണ എന്തായാലും ലാൽബാഗിൻ്റെ ഒരു ചെറിയ കുറിപ്പ് എഴുതണമെന്നും ഞാൻ കരുതി. അങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ചരിത്രം മുമ്പൊന്നും ഞാൻ അങ്ങനെ അന്വേഷിക്കാൻ നടന്നിട്ടില്ലായിരുന്നു. ഇത്തവണ പോയപ്പോൾ എന്തായാലും ഒരു ചരിത്രം കൂടി തേടി ഉള്ള ഒരു യാത്രയായിരുന്നു. അത് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുക. ഭയങ്കര അത്ഭുതം എന്താ വെച്ചാൽ ഇത് സ്ഥാപിച്ചത് നമ്മുടെ സാക്ഷാൽ ഹൈദരലിയാണ്. 1760 ഹൈദരലിയാണ് ലാൽബാഗിന് തുടക്കം കുറിച്ചത്. എത്ര വലിയ മഹാമനസ്കത വേണം ഇങ്ങനൊരു സാധനം സ്വപ്നം കാണാൻ. അതും 240 ഏക്കർ സ്ഥലത്ത് ഒരു സസ്യോദ്യാനം. ഹൈദറിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താൻ, നമ്മുടെ ഒക്കെ വേണ്ടപ്പെട്ട സുൽത്താൻ, ലോകം മുഴുവൻ ചുറ്റി അവിടങ്ങളിൽ നിന്നെല്ലാം അപൂർവ സസ്യങ്ങളും മരങ്ങളും കൊണ്ടുവന്ന് ലാൽബാഗിനെ അതിൻ്റേതായ ഉച്ചശൃംഗത്തിൽ എന്നൊക്കെ പറയില്ലേ, അതേമാതിരി അത്രയും ഉഗ്രൻ ഒരു പൂന്തോട്ടമാക്കി വളർത്തി. ഇത്രയേറെ ഏകദേശം എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ 2000 തരം ഈ സസ്യങ്ങളും ഇതിനകത്തുണ്ട്, ഈ തോട്ടത്തിനകത്ത്. ബ്രിട്ടീഷുകാരാണ് ലാൽബാഗ് ഒരു ശാസ്ത്രീയ സസ്യ ഗവേഷണ കേന്ദ്രമാക്കിയത് എന്നും പറയുന്നുണ്ട്. അവരാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഇതിനെ ശ്രദ്ധയോടെ, സാധാരണ രീതിയിൽ ചെറിയൊരു പാർക്കൊക്കെ ആണെങ്കിൽ ആരായാലും അതൊന്ന് ഒഴിവാക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കും. പക്ഷേ ബ്രിട്ടീഷുകാർ അതിനെ ഏറ്റവും വലിയ ഒരു സസ്യ ഗവേഷണ കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. ഇപ്പോൾ അവിടെ ചെന്നാൽ കാണാൻ എന്ത് രസമെന്നറിയോ. 100 കണക്കിന് വർഷം പഴക്കമുള്ള വൃക്ഷമുത്തശ്ശിമാർ അല്ലെങ്കിൽ മുത്തശ്ശി മരങ്ങൾ. നമ്മളോട് എത്ര കഥകൾ പറയാനുണ്ടാവുക അവയ്ക്ക്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ കേരളീയർ ഈ പാർക്കിലേക്ക് പോകൽ. കാരണം അന്നാണല്ലോ നമുക്ക് സ്കൂൾ കൂട്ടലൊക്കെ. പക്ഷെ സത്യത്തിൽ എപ്പോൾ വേണമെന്ന് വെച്ചാൽ ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്ത് പോയാൽ 2 കാര്യമുണ്ട്. ലോകം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആഗസ്റ്റ് 15 അല്ലെങ്കിൽ ജനുവരി 26, ഈ 2 ദിവസങ്ങളിലുണ്ടാവുക. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൻ്റെ മാതൃകയിലാണ് ഇവിടുത്തെ ഗ്ലാസ് ഹൗസ് പണിതിട്ടുള്ളത്. ഭയങ്കര രസം അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ നടക്കാനും. ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ചില്ലുമേട എന്നല്ല നമ്മൾ പറയല്. ആ ചില്ലുമേടേൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക, ചില്ലുമേടേൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പുഷ്പ പ്രദർശനം അഥവാ എന്താ പറയുക, നമ്മളെ ഫ്ലവർ ഷോൻ്റെ സമയത്തായിരിക്കണം നമ്മൾ ഇത് കാണാൻ വേണ്ടി പോകേണ്ടത്. മാത്രമല്ല ചെറുതും വലുതുമായ ചെറിയ ചെറിയ പുഷ്പങ്ങൾ, അതിൻ്റെ ഒരുക്കം, ഈ ഒരുക്കി നിർത്തുക എന്നൊക്കെ പറയുന്നില്ലേ, ഒരു ബ്യൂട്ടീഷ്യൻ്റെ വർക്ക് പോലെയാണ് ഇവിടുത്തെ തോട്ടക്കാർ ഈ സസ്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ദിവസവും കാലത്ത് മുതൽ വൈകുന്നേരം വരെ 100 എന്താ പറയുക തോട്ടക്കാർ ഇങ്ങനെ ചുറ്റി നടന്ന് ഇതിനെ പരിപാലിച്ച് ഒരു എന്താ പറയുക, ഒരു മനുഷ്യനെ പരിപാലിക്കുന്നതിനേക്കാളും ഭയങ്കര കണ്ണിമ പൂട്ടാതെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കൊണ്ട് നടക്കുന്ന പുഷ്പ സംവിധാനങ്ങൾ, ചെടികൾ, നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യാത്ത ഇലകൾ. അവിടുന്നൊരു ഇലകൾ മാത്രം നമ്മൾ ശേഖരിക്കുന്ന, മുമ്പൊക്കെ നമ്മളൊക്കെ ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ഇലകൾ ആ പേരെഴുതി ഒരു പുസ്തകത്തിൽ പറ്റിച്ച് വയ്ക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഇതിന് 10,000 പേജ് തികയില്ല ഓരോ ഇല എടുത്തിട്ട് ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ
പിന്നെ കയറൂരി വിടണ മാതിരി കുട്ടികളെ വിടാൻ പറ്റിയ ഏക സ്ഥലം. കാരണം ചുറ്റിലും ഗേറ്റ് ഉണ്ട്, അല്ല മതിലും അല്ല എല്ലാ സംവിധാനമുണ്ട്. ഒരു കുട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ പിടിച്ചു വെച്ച് ആരാണ് എന്താണ് ചോദിക്കും. അത്രയും മനോഹരമായ സെറ്റപ്പും ഉണ്ട് അവിടെ. ഈ ഇവിടെ വേറൊരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വലിയ കുതിരപ്പുറത്തൊരു സവാരി ചെയ്യുന്ന ഒരു മനുഷ്യൻ. 16-ാം നൂറ്റാണ്ടിൽ ബംഗളൂരു നഗരം സ്ഥാപിച്ച ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നാദ പ്രഭു കെമ്പഗൗഡ എന്നാണ് പറയാറ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് എന്തായാലും അത് കാണുകയും വേണം. അത്രയും ഗംഭീര പ്രതിമ കൂടിയാണത്. മാത്രമല്ല, ഈ മനുഷ്യനാണ് ഈ ബംഗളൂരു നഗരം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. മാത്രം അല്ല, കെമ്പഗൗഡയാണ് നഗരവികസനത്തിന് അടിത്തറ പാകിയത്. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഈ പാർക്കിൻ്റെ അകത്ത് ഒരു കുതിര സവാരി ചെയ്യുന്ന ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരമൊരു വലിയ ഈ ലാൽബാഗിലെ വേറൊരു പ്രധാന കാര്യം, ലാൽബാഗിലെ പുരാതനമായൊരു പാറ പെനിൻസുലാർ ജിനസ് എന്നെന്തോ ആണ് അതിന് പറയുക. 3000 ഏകദേശമാണ് 3000 ദശലക്ഷം വർഷം പഴക്കമുള്ള ഭൂമിശാസ്ത്ര പൈതൃകമാണിതെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയില്ല. ഇന്ത്യയുടെ രാജാക്കന്മാർ സൃഷ്ടിച്ച അത്ഭുത സസ്യോദ്യാനമാണ് ഇത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും നിങ്ങൾ എത്രയോ തവണ പോയിട്ടുണ്ടാകാം. ഒരിക്കൽ കൂടി ഈ പാർക്കിൻ്റെ അകത്തു കൂടെ, ആ പച്ചപ്പിലൂടെ, വിരിമാറിലൂടെ, അത് കഴിഞ്ഞ് ആ തട്ടത്തുള്ള ഈ ഉയർന്ന പടികളൊക്കെ കയറി താഴേക്ക് കാണുന്ന വലിയ തടാകത്തിൽ മുഖം നോക്കി കുറേ സിനിമകളൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ഒരു വില്ലനായിട്ടോ നായകനായിട്ടോ ഒക്കെ അഭിനയിച്ചൊക്കെ നടക്കാവുന്നതാണ്. എൻ്റെ കൂടെ ഈ പ്രാവശ്യം എൻ്റെ തുണയുള്ളതിനെ കൊണ്ട്, പക്ഷെ അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അഭിനയിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ ഈ വർണ്ണന സഹിക്കുക. നമസ്കാരം.